വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. കൊല്ലങ്കോട് കടപ്പുറവും കാഴ്ചകളും. കൊല്ലങ്കോട് വളരെ പ്രശസ്തമാണ്. വിശ്വാസപരമായി ഒരുപാട് ബന്ധങ്ങളുള്ള സ്ഥലമാണ് ഈ കൊല്ലങ്കോട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലങ്കോട് ബീച്ചാണ്. ഊരമ്പ് വഴി നമുക്ക് കൊല്ലങ്കോട് എത്താം. പാറശാലയിൽ നിന്ന് പിന്നെ ഊരമ്പ് അതുവഴി സ്ട്രെയിറ്റ് വിട്ടാൽ കൊല്ലങ്കോട് ബീച്ച്. അപ്പോൾ ബീച്ചിലെ കാഴ്ചകൾ കണ്ടാലോ. ബീച്ചിൽ നമ്മളിങ്ങനെ കയറിയിട്ടുണ്ട്. ആ സൈഡിൽ ഇങ്ങനെ നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. നല്ല വെയിലാണ്. അവിടെ വലിയ എന്താണ് ഗസ്റ്റ് വളരെ കുറവാണ്. വെയിലായതുകൊണ്ട് ഇപ്പോൾ നല്ല ചൂട് കാലമായതുകൊണ്ടായിരിക്കും തിരക്ക് കുറവാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ വള്ളങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ KSRTC ബസ് ഗ്യാരേജിൽ പോകുമ്പോൾ ഈ KSRTC ബസ്സൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കില്ലേ, ആ ഒരു ഫീലാണ് ഇവിടെ. വള്ളങ്ങളൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നിരത്തി ഇട്ടിരിപ്പുണ്ട്. പക്ഷെ നല്ല തിരയുണ്ട് കേട്ടോ. കടലിലെ തിരയെ സൂപ്പർബാണ്. അങ്ങനെ കുറേ കല്ലിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കല്ലിൻ്റെ അങ്ങേയറ്റത്ത് ഇങ്ങനെ ഒരു സ്റ്റൈലായിട്ടൊരു കല്ലിങ്ങനെ ചരിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫി പോയിൻ്റ് അല്ലെങ്കിലും ശരിക്കും ഷൂട്ടിങ്ങിനൊക്കെ നല്ല പറ്റിയ ഒരു 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 പ്ലേസാണ് കൊല്ലങ്കോട്. നല്ല മനുഷ്യരാണ്, പിന്നെ നല്ല മീൻ വിഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കൊല്ലങ്കോട് ബീച്ചും ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ ഓടിച്ച് കണ്ടു പതുക്കെ ഇനി വരാം. ഈ പാറശാല മുതൽ, അതായത് കളിയിക്കോടെ തുടങ്ങി എന്താണ് ഈ കൊല്ലങ്കോട് വരെയുള്ള ചുറ്റുവട്ട കാഴ്ചകൾ, സൈഡിലെല്ലാ കാഴ്ചകളും ചേർത്ത് ഇതിൻ്റെ പുറകെ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഈ ബീച്ചും ചുറ്റുവട്ടങ്ങളും ഒന്ന് കണ്ട് ആസ്വദിക്കാം. പ്രത്യേകം ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെ. അപ്പോൾ ജസ്റ്റ് അതാണ് ബീച്ച് കൊള്ളാം. പിന്നെ കൊല്ലങ്കോട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സ്പിരിച്വൽ ഈ ദേവീക്ഷേത്രമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിനൊരു തമിഴ് മലയാളി ടച്ച് ഉണ്ട്. ബോർഡർ ബീച്ചാണ് കൊല്ലങ്കോട് ബീച്ച്. വലിയ സ്വസ്ഥമായിട്ടൊക്കെ അവിടെ ചെന്നിരിക്കാം. നല്ലൊരു ശരിക്കും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് തിരക്കില്ല എന്നുള്ളതുള്ളൂ. അപ്പോൾ കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഈ KSRTC ബസ്സില്ലേ ഗ്യാരേജിൽ ഇങ്ങനെ ഈ ബസ് അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇവരിങ്ങനെ വള്ളങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. ഈ റിപ്പയറിങ്ങിനും അല്ലാതെ ഈ സീസണൊക്കെ ഇവരെ മീൻപിടുത്തം കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടിറക്കിയിരിക്കുന്നതാണ്. അത് കാണാൻ നല്ല ഭംഗിയത്. കാരണം നമ്മൾ നടന്ന കല്ലിൻ്റെ പോയിന്റില്ല, ആ കല്ലിങ്ങനെ ചരിച്ച് വെച്ചിരിക്കുന്നത് അവിടം വരെ നടക്കാം. ശരിക്കും നല്ലൊരു രസമാണ് ഇങ്ങനെ നടന്നു പോകാനേ. ശരിക്കും എന്താണ് ഈ സിനിമയിലൊക്കെ ഇൻട്രോ എടുക്കാനും അല്ലെങ്കിൽ എന്താണ് ഈ വെഡ്ഡിങ് ഫോട്ടോ, അതുപോലെ നല്ല സെൽഫി പോയിൻ്റൊക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമുക്ക് നടന്ന് അങ്ങറ്റത്ത് ആ കല്ലിൻ്റെ അവിടെ പോകാം. പക്ഷേ നടക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതിൻ്റെ ഈ കല്ലിനിടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുണ്ട്. കുട്ടികളൊക്കെ പോലെ സൂക്ഷിക്കണം. കാരണം ഇതിൻ്റെ കല്ലിനിടയിൽ കാലായി പോയാൽ ഉറപ്പായിട്ട് കാലുപടിയും. യാതൊരു കോംപ്രമൈസിന് വേണം. ജീവൻ അപകടം പിടിച്ചൊരു പാറക്കെട്ടാണ്. ഇങ്ങനെ അവർ അടിക്കടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കെയർഫുള്ളായിട്ട് നടക്കുന്നത്, കല്ല് നോക്കി നടക്കണം. സ്ട്രെയിറ്റായിട്ട് നടക്കുകയാണെങ്കിൽ പണി ഉറപ്പായിട്ട് കിട്ടും. അതിൻ്റെ അകത്ത് പെടും, കാലോടിയും ജീവൻ വരെ തട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. അത് സൂക്ഷിച്ച് നടക്കണം. ഇവിടെ നിന്ന് അവിടം പോയി നല്ല രസമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ആ ചുറ്റുവട്ടത്ത് ഞാൻ അവിടെ നിന്നിട്ടാണ് ഇങ്ങനെ കറക്കി ആ വീഡിയോസ് എടുത്തത്.
നിങ്ങൾ എന്നെ വിളിക്കുന്നത്? എന്നെ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ വിളിക്കുന്നത്? നിങ്ങൾ എന്നെയാണ് വിളിക്കുന്നത്? പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.